bang, bang. Hello guys, it's me Andrews. എല്ലാവർക്കും മാഡം ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് ഒരു ഫുട്ബോളാണ്. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കാണും വേസ്റ്റ് ആയി കളയുന്ന ഒരുപാട് ലേഡീസ് ബാഗ്, അതായത് വള്ളി പൊട്ടിപ്പോയതായിട്ടുള്ള ലേഡീസ് ബാഗ്. ആ ലേഡീസ് ബാഗിന്റെ ലെതർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ഫുട്ബോൾ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളെ പോലുള്ള തുടക്കക്കാർക്ക് ഇതൊരു നല്ലൊരു സപ്പോർട്ടായിരിക്കും. എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് നമുക്ക് ആദ്യം ആവശ്യം വേണ്ടത് ഒരു ലേഡീസ് ബാഗ് ആണ്. ആ ലേഡീസ് ബാഗിന്റെ ഈ ലെതർ മാത്രം നമ്മളിങ്ങനെ വിടിപ്പിച്ച് എടുക്കാം. ഇത് വിടിപ്പിച്ചെടുത്ത് നമുക്ക് ഈ ബാഗിന്റെ ഈ ലെതർ ഭാഗമാണ് നമുക്ക് ആവശ്യമായത്. അടുത്തായിട്ട് 3 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു പെന്റഗണും 3 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ഹെക്സഗണും ഞാൻ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെട്ടിയെടുത്ത പെന്റഗൺ ഹെക്സഗന്റെ അളവിൽ ലെതർ വെച്ച് വരച്ച് വെട്ടിയെടുക്കണം. നമ്മൾ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഹെക്സഗൺ ഒരു 20ഓളം പീസും പെന്റഗൺ ഒരു 15ഓളം പീസും വെട്ടിയെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചിങ്ങിലോട്ട് ഇറങ്ങാം. സ്റ്റിച്ചിങ് നമുക്ക് ആദ്യം സൂചിയും നൂല് കൊടുക്കുക. ഒരു കട്ടിയുള്ള നൂല് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഈ ഒരു പെന്റഗൺ എടുക്കുക. ഇതിന് ചുറ്റും 5 ഹെക്സഗൺ ആണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ അങ്ങനെ നമ്മൾ ആദ്യത്തെ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്വാളിറ്റി തുന്നൽ വേണം. അങ്ങനെ ഇതിന് ചുറ്റും ഇനി തയ്ക്കുക. ഇതിന് ചുറ്റും നമുക്ക് അങ്ങനെ നമ്മൾ ഈ പെന്റഗൺ ചുറ്റും 5 ഹെക്സഗൺ നമ്മൾ തയ്ച്ചു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് തയ്ച്ച ശേഷം അടുത്ത പെന്റഗൺ വെച്ച് അതിന് ചുറ്റും ഹെക്സഗൺ തയ്ച്ചു കൊടുക്കുക. അതിനുമുമ്പ് ഞാൻ ഈ പെന്റഗൺ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കെട്ടിട്ട് കേട്ടോ. അങ്ങനെ കെട്ടിയിട്ട് നമ്മൾ തയ്ച്ചാണെങ്കിൽ സ്റ്റിച്ച് വിട്ടു പോയാലും ആ ഒരു ഭാഗത്ത് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ, മൊത്തം വിട്ടുപോയാലോ. അങ്ങനെ നമ്മൾ 2 പെന്റഗൺ വെച്ച് തയ്ച്ച് വന്നപ്പോൾ ഈ ഒരു ആകൃതി നമുക്ക് കിട്ടണം. ഒരു പെന്റഗൺ ചുറ്റും 6 ഹെക്സഗൺ, അതിനുശേഷം ഒന്നിടവിട്ട് അടുത്ത പെന്റഗൺ വന്നു, അതിന് ചുറ്റും 6. ആദ്യത്തെ 2 സ്റ്റിച്ചിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ പാറ്റേൺ. ആ പാറ്റേൺ അങ്ങ് ചെയ്തു മതി. പെന്റഗൺ ഒരു കാരണവശാലും അടുത്ത് സ്റ്റിച്ചിങ് വരികയില്ല. ഹെക്സഗൺ ആണ് പെന്റഗണിൻ്റെ ചുറ്റിനും സ്റ്റിച്ചിങ് വരുന്നത്. ആ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇത് ഇത്രയും തയ്ച്ചിട്ടുണ്ട്. കണ്ടോ, ഓരോ ഒരെണ്ണത്തിന് ചുറ്റും ഇത്രയും വന്ന് ഇപ്പം ഇതിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി അടുത്ത നമ്മൾ ഇവിടെ അടുത്ത പെന്റഗൺ വെച്ച് തയ്ക്കാം. തയ്ക്കണ വീഡിയോ മുഴുവൻ ഇടാത്തത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് അർത്ഥമാണ്. ഏകദേശം നമ്മൾ അവസാനം എത്താറായി. സ്റ്റിച്ച് ചെയ്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. ഇനി എവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടത് നോക്കാം. അടുത്ത പെന്റഗൺ വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത പെന്റഗൺ അവിടെ വെച്ച് കൊടുക്കാം. പെന്റഗൺ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അതിനാദ്യം നമുക്ക് മറിച്ചിടാം. സ്റ്റിച്ച് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രധാന സാധനം ബ്ലാഡർ. എനിക്ക് ബ്ലാഡർ കിട്ടാത്ത പക്ഷം ഞാൻ ബീച്ച് ബോളിലാണ് ഇതുണ്ടാക്കുന്നത്. ബീച്ച് ബോളിലായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും ഫുട്ബോൾ. അടുത്ത നമുക്ക് വേണ്ടത് ഈ പഞ്ചർ വാഷാണ്. പഞ്ചർ വാഷ് കൊണ്ടാണ് നമ്മളിത് ഇവിടെ ഒട്ടിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇത്രയൊന്നും വേണ്ടായിരുന്നു. ഇവിടെ ഒന്ന് നല്ലപോലെ തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും തേച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് പോകരുതായിരുന്നു. ഒന്ന് ഊതി കൊടുക്കാം. കാണുന്നുണ്ടോ?
ഒരു 10 മിനിറ്റോളം ഒന്ന് ഉണങ്ങാൻ നമുക്ക് വെച്ചേക്കാം. ഒട്ടിയ ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. നമുക്ക് തയ്ക്കാനുള്ളത് ഈ ഒരു ഇത്രയും ഭാഗമാണ്. അത് തയ്ച്ച് കഴിയുമ്പോൾ ഈ കുടമ്പുള്ളത് നമുക്ക് ബോർഡ് പോലെ ആകില്ല. ഇനി ഒരു പീസും കൂടെ നമുക്ക് വെച്ച് ചേർക്കാൻ ഉള്ളത്. അപ്പോൾ നമുക്കത് തയ്ച്ചെടുക്കാം. അവസാനമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അകത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചെയ്യുന്ന സ്റ്റിച്ചിങ് ആണ് ഈ കാണുന്നത്. അങ്ങനെ കോർത്ത ശേഷം നമ്മൾ അവസാനം അങ്ങ് വലിച്ച് ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ പെർഫെക്റ്റായിട്ട് അത് ഇറുകി ചേരുന്നത് കണ്ടില്ലേ. അങ്ങനെയാണ് അവസാനമായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് കെട്ടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കെട്ടിട്ട് നമ്മൾ അകത്തുവഴി വേണം ഒന്ന് കാണിക്കുന്നത് പോലെ ചെയ്യണം. അല്ലെങ്കിൽ ആ കെട്ട് നമ്മൾ വെളിയിൽ കാണേണ്ട അവസ്ഥ വരും. അങ്ങനെ നമ്മൾ അവസാനത്തെ തുന്നലും കഴിഞ്ഞു. ഇനി അതിനുശേഷം ഒരു കെട്ടിട്ട് ടൈറ്റ് ചെയ്യുക. അടുത്ത് ഈ പൊങ്ങിയിരിക്കുന്നത് നമുക്കൊന്ന് ഉരുക്കി ഒന്ന് റെഡിയാക്കാം. ഇനിയിപ്പോൾ അത് കാറ്റടിച്ച് നോക്കാം ഇനി എങ്ങനെയുണ്ടെന്നും അതിന് ശേഷം കാണാം. ഞങ്ങളിതാ ഗ്രൗണ്ടിലോട്ട് പോവുകയാണ് പന്തും കൊണ്ട്. ഇതെൻ്റെ അനിയനാണ്, സൂപ്പറനാണ്. അവൻ്റെ ബോൾ ആ സൂക്ഷിച്ചോളാടാ. ഞങ്ങളിവിടെ കട്ട് പോസ്റ്റ് കളിക്കുന്നതാണ്. ആ അടിച്ചോ. Let it bang, bang. എല്ലാവർക്കും ഈ ബോൾ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എനിക്കൊരു പോരായ്മ തോന്നിയെന്ന് വെച്ചാൽ ഞാൻ എടുത്ത സൈസ് ഇച്ചിരി ചെറുതായിപ്പോയി. ഒരു 3 സെന്റിമീറ്റർ എടുത്തു. നമ്മളിപ്പോ ഒരു 5 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ വലിയ ബോള് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷെ ഒരു 3 സെന്റിമീറ്റർ എടുത്തതിന്റെ ഒരു ചെറിയൊരു പോരായ്മ മാത്രമാണ് എനിക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇതൊരു അടിപൊളി ബോള് തന്നെയാണ്. എല്ലാവർക്കും എന്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു.
അങ്ങനെ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനി ഇതുപോലുള്ള അടുത്ത വീഡിയോസ് വരുന്നത് വരേക്കും ബൈ ബൈ.